എനിക്ക് തോന്നുന്നു ദാസാറിൻ്റെയൊക്കെ ഒരു പാട്ട് കേട്ട് വളർന്നതുകൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ കൂടുതലും ഗാനമേളയിൽ പാടിക്കുന്ന ദാസാറിൻ്റെ പാട്ടുകളായിരിക്കും അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചത്. ഹിന്ദുസ്ഥാനി പഠിച്ച സമയത്ത് അന്ന് കുറച്ച് പാട്ടുകൾ റഫി സാബിൻ്റെ പാട്ടുകൾ പാടി. പക്ഷെ അന്നൊന്നും വേദികളില്ല, എവിടെയെങ്കിലൊക്കെ പാടാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കർണാട്ടിക് പഠിച്ചതിന് ശേഷമാണ് പിന്നെ ദാസേട്ടൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന്, ആ പാട്ടുകൾ പ്രാക്ടീസ് തുടങ്ങിയത്. കുറച്ചൊക്കെ പാടി അങ്ങനെ ഫലിപ്പിക്കാനുള്ളൊരു ഭാഗ്യവും ആ സമയങ്ങളിൽ കുറച്ച് സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു, ചാനൽ പരിപാടികൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ബ്രഹ്മകമലം പാടാം. അസാധ്യ പാട്ടാണ്. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരി ശാധോധരി പാഹിമാം പാഹിമാം പരിപാഹിമാം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ. വീണ്ടും ഗാനമേള റീക്രിയേറ്റ് ചെയ്തതിന് നന്ദി. ഇത് പിച്ച് കിട്ടിയാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്റ്റേജിലാണത് പാടുമ്പോഴേ, അന്ന് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പാടാൻ പറ്റുന്നൊരു ഒരു ഒരു ബാക്കിങ് തരും. നമുക്ക് ഹമ്മിങ് തുടങ്ങും, പാട് കൊടുക്കും. അങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പാടും. പെട്ടെന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് പാടിയതാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. ഞാൻ പാട്ടിന്റെ ലിസ്റ്റ് കേൾക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്യും. അത് മനസ്സിലായി. ഞാൻ സാധാരണ ഞാൻ പാട്ട് പാടലാണ്. അപ്പൊ പാട്ട് ലിറിക്സോടുകൂടി പാടേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ആയി. അത് പാടണോ എന്താ വെച്ചാൽ ആ പാട്ടുകൾ പറയുമ്പോഴേ എന്റെ തലച്ചോറിൽ പെട്ടെന്ന് ക്ലിക്ക് അടിക്കണ എന്താണ്, ആ ഇന്റർവ്യൂവിന് അത് പാടിക്കാമല്ലോ. ആ സമയങ്ങളിൽ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിൽ സ്റ്റേജിൽ പാടി തുടങ്ങിയ കുറെ പാട്ടുകളിൽ ഒന്നാണ് ഇതിപ്പോ. പിന്നെ സവിതം എന്ന ചിത്രത്തിൽ ആ കാലഘട്ടത്തിൽ പാടി വന്ന സമയത്തൊക്കെ ആനന്ദനും അപ്പുക്കുട്ടനും ആനയുണ്ട്. ആ പാട്ടുകളൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഇതേപോലുള്ള പാട്ടുകളൊക്കെ കൂടുതലും വരുന്നേക്കണം. ഗാനമേളകളിൽ കൂടുതൽ അങ്ങനെ ഒരു സ്ലോ മെലഡിയാണ് നമ്മൾ പാടുന്നത്. ഇതൊക്കെ അന്നിങ്ങനെ കേട്ട് 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 പഠിച്ചിട്ടാണ് അന്ന് പാടുന്നത്. അപ്പം ലിറിക്സും അന്ന് പലരും പറഞ്ഞിട്ട് പിന്നെ ഇന്നാണ് ഞാൻ ഈ ലിറിക്സ് ശ്രദ്ധിക്കണം. കുറെയൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരാളിന്ന് പാടുമ്പേ വരികള് നമ്മള് ഈ പാട്ട് പുനർജനിക്കണേണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ശരിക്കും കൂടി ഒന്ന് പാടി ഫലിപ്പിക്കണേണ്. അതായത് നമ്മൾ ലിറിക്സോട് കൂടി എന്തെങ്കിലും തെറ്റി വന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ലിറിക്സ് എഴുതുന്ന ആളുകളാണെങ്കിലും മ്യൂസിക് ചെയ്യുന്ന ആളെങ്കിലും സമ്മതിക്കില്ല. അപ്പോൾ പാടുമ്പോൾ തന്നെ പാട്ടിൻ്റെ വരികളും കൂടി കറക്റ്റാക്കി അതുപോലെ ഇപ്പം ഞാനിരിക്കണം നിങ്ങളെ മുമ്പിൽ. കാരണം ട്യൂൺ കിട്ടി, മ്യൂസിക് കിട്ടി, അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷെ വരി തെറ്റിപ്പോകുന്നുള്ളൊരു ചെറിയൊരു വീഡിയോ. വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ പാട്ട് പാടുന്ന സമയത്ത് അവള് പറയും, അത് തെറ്റിച്ച് പാടുന്ന എന്തിനാണെന്ന് ചോദിക്കും. നിങ്ങൾ ഈ ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് പ്രോഗ്രാമിൽ പറയുന്ന ആളല്ലേ, തെറ്റിച്ച് പാടുന്ന എന്തിനാണെന്ന് ചോദിക്കാം. അത് പ്രോഗ്രാമിൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കൂല. അവൾ എന്നെ ഓടിക്കും ലിറിക്സ് തെറ്റിച്ച് കഴിഞ്ഞാൽ. വൈപ്പ് അത് നമുക്ക് കുറേ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു പാട്ട് നമ്മുടെ മനസ്സിൽ ഓടി വരും, അടുത്ത പാട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ആ പാട്ടുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. നമുക്കൊരു പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ലിറിക്സ് ശ്രദ്ധിക്കണം, അതിൻ്റെ മറ്റ് മനോധർമ്മങ്ങൾ, മോഡുലേഷൻ, അതിൻ്റെ മ്യൂസിക്കൊക്കെ ശ്രദ്ധിക്കണോണ്ട് പലപ്പോഴും
സംഭവിച്ചു പോകുന്നൊരു കാര്യമാണത്. അത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം കൂടെയാണ്. ഇതിന്റെ ക്രിയേറ്റേഴ്സ് കേൾക്കണമെങ്കിൽ നമ്മൾ ഓടിക്കും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ പാട്ടുകാരെ ശ്രദ്ധിക്കും, ഒപ്പം തന്നെ അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഴുതിയ ഇൻസ്ട്രുമെൻ്റ് വായിച്ച ആളുകൾ, അല്ലെങ്കിൽ പാടിയവരെ മ്യൂസിക് ചെയ്തവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും ഈ എഴുതുന്നവരെ നമ്മൾ ഒരു കാരണവശാലും വരികൾ ഉൾപ്പെടുത്തി ചെയ്യാന്ന് പറഞ്ഞാലേ ചില പാട്ടുകളൊക്കെ നമ്മളെ മ്യൂസിക് എങ്ങനെ ഇത്ര കറക്റ്റ് മീറ്ററിൽ ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പാടുമ്പോഴാണ് നമ്മൾ ആദ്യം പാടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കൂല, പക്ഷെ അവർ പറഞ്ഞു തരുമ്പോഴാണ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ ട്യൂണിൽ അവർ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ പാടാന്നോത്തുള്ള ദൗത്യമുള്ളൂ. എഴുതിയ ആ മ്യൂസിക്കിലേക്ക് ആ കറക്റ്റ് ആ ഇതിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാ. ശ്രദ്ധിച്ച് പാടാന്ന് പറഞ്ഞ് ചില സ്റ്റാൻസിൽ വ്യത്യസ്തതകളുണ്ടാവും. ചില പല്ലവി പോലെ ആയിരിക്കില്ല അനുപല്ലവി, അനുപല്ലവി പോലെ ആയിരിക്കില്ല അതിൻ്റെ മിഡിൽ വരേണ്ടത്. അനുപല്ലവി ശ്രദ്ധിച്ച് വേണം ഈ പാട്ട് പാടാൻ. അപ്പോൾ ഇനി റംസാൻ അനുബന്ധിച്ച് ഒരു പാട്ടും കൂടെ പാടിയിട്ടാണ്. റംസാനിലെ ഇപ്പോൾ പാട്ടുകൾ ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ഉണ്ട് മനസ്സിൽ. അപ്പോൾ നമുക്ക് ആകെ ചുറ്റിലകത്തിലും എത്തനകത്തിരു കത്തണമൈത്തിരു വിത്തനുമത്തിരു മുത്തുനബിയുള്ള ജന്മത് നൂറ് മുഹമ്മദ് രാഗിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കുളുമുക്കിയ മക്കനകർക്കത് ചിക്ക ഹബീബുള്ള. ആകെ ചുറ്റിലകത്തിലും എത്തനകത്തിരു കത്തണമൈത്തിരു വിത്തനുമത്തിരു മുത്തുനബിയുള്ള ജന്മത് നൂറ് മുഹമ്മദ് രാഗിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കുളുമുക്കിയ മക്കനകർക്കത് ചിക്ക ഹബീബുള്ള. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി. ഇശുക്കടലിൻ്റെ മോദ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തുളി രാജാത്തി. പൊളിച്ച് ഈ മൂഡ് ആദ്യമേ പിടിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചു നോമ്പൊക്കെ അല്ലേ എന്ന് വിചാരിച്ചു, പാവം പതിയെ പാടി പൊക്കോട്ടെ എന്ന് വിചാരിച്ചതാ. ഇത് എനർജി ആദ്യമേ ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമേ ഇത് പിടിപ്പിക്കില്ല. അല്ല, റമദാന്റെ ഒരു ഇതാണെന്നല്ലോ, ഒരു എപ്പോഴും ഒരു ലാസ്റ്റ് നമ്മൾ മെലഡി പാടി തുടങ്ങും, നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ആകെ ചുറ്റിലൊക്കെ മിസ്രിയെ പാടിക്കുന്ന ബ്രഹ്മ കവല പാടുമ്പോ അതിന് എവിടെയോ അതിന്റെ ഇതിങ്ങനെ അടിച്ചു പൊളിച്ച് പാടാം. പക്ഷേ ലിറിക്സ് ലിറിക്സ് അതിലുണ്ട് കേട്ടോ. ലിറിക്സ് ഇപ്പോൾ ആകെ ചുറ്റിലൊക്കെ വളരെ ഭയങ്കര ടഫാണ് പാട്ട്. ആകെ പിന്നെ അതുപോലെ സംഗൃതപമകരി തങ്കത്തുങ്ക അതൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് എഴുതിയത്. ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെയാണ് ഈ സംഗൃതപമകരി, ആകെ ചുറ്റിലകം. ഇപ്പോൾ മൂസ എരിഞ്ഞോളി, പഴയ കാലത്തെ മാപ്പിളപ്പാട്ടിന് ചക്രവർത്തിയായിരുന്നു മൂസ, അദ്ദേഹം പാടി മിസ്രിയിലെ രാജൻ. പിന്നെ നമ്മുടെ എൻ്റെ അയൽവാസിയും നമ്മളെയൊക്കെ ഒരു ഗുരുതുല്യനായിട്ട് കാണുന്ന ഉമ്പായി ഗസൽ, നമ്മളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന. ആദ്യകാലങ്ങളിൽ നമ്മുടെ ഫാദറൊക്കെ ഉമ്പായിക്കാക്ക് പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആദ്യകാലങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ പാട്ടും ചില വേദികളിലൊക്കെ പാടാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പിന്നെ കൊച്ചിക്കാരനായതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും പാട്ടുകാരായിരിക്കും. ഇവിടെ നോക്കി പല്ലവി പാടാ, ഇവിടെ നോക്കി അനുപല്ലവി പാടാ, ഇവിടെ നോക്കി ഒന്നും തെറ്റൂല, കൂടെ അവർ പാടും. ഇപ്പം എനിക്ക് ശരിക്കും നിങ്ങളെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ ഞാനൊരു കൊച്ചിയിലിരുന്ന് ഒരു പാടുന്ന ഒരു ഫീല് പോലെ എനിക്ക് ഫീൽ ചെയ്യാം. കാരണം ലിറിക്സ് ഇട്ടാ മീൻസ് നമുക്കിപ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരാളിരിക്കുമ്പോൾ നമുക്ക് വരികൾ തെറ്റിപ്പോവില്ല. പിന്നെ കുറെ കൂടി നമുക്ക് അത് ഒരു അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പാടുന്ന ഒരു പരിധിയും പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത്. അപ്പോൾ ചില സമയത്ത് ട്യൂണിന് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആയിരിക്കില്ല നമുക്ക് മറ്റുള്ളവർക്ക് ചില മ്യൂസിക്കിന് ഈണത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ലിറിക്സും അതുപോലെ തന്നെ മ്യൂസിക്കും ഒരേപോലെ കേൾവിയിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. വരികളിങ്ങനെ മറച്ചു പിടിച്ച് പാടിയാലും സംഗീതം ഒരു മറ്റേ രീതിയിൽ പാടിയാലും ബുദ്ധിമുട്ടാണ്. എപ്പോഴും പാടുമ്പോൾ വളരെ അന്ന് ഇന്നൊക്കെ ശ്രദ്ധിച്ച് പാടാന്നുള്ളതാണ്
നമ്മളൊരു ദൗത്യം. ഈ സംസ്കൃത പാമകരി അറിയോ? എന്നാ അതും കൊണ്ടൊന്ന് പാടുവോ? സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ജിങ്കൃത ദ്രിമികിട മേളം തകതൻ സരി സരിഗമ കിടതക്കിങ്കിണ ദിം ദിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ജിങ്കൃത ദ്രിമികിട മേളം തകതൻ സരി സരിഗമ കിടതക്കിങ്കിണ ദിം ദിമി താളം കൃത താളം. ഓ, അവിടെ നിർത്തണ്ടായിരുന്നു തൽക്കാലം. അതിങ്ങനെ പോകും. സംകൃത പമകരി രംഗത്തുങ്കത്തിങ്കിണ തിങ്കൃത ദ്രിമികിട മേളം തകതന്തരി സരിഗമ കിടതക്കിങ്കിണ തിന്തിമി താളം കൃത താളം. സംകൃത പമകരി രംഗത്തുങ്കത്തിങ്കിണ തിങ്കൃത ദ്രിമികിട മേളം തകതന്തരി സരിഗമ കിടതക്കിങ്കിണ തിന്തിമി താളം കൃത താളം. പൊളിച്ച്. താങ്ക് യു. ഫിനിഷിങ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നിറഞ്ഞു. അപ്പോൾ സന്തോഷമുണ്ട്.